ഞങ്ങൾക്ക് ആരും ഇറങ്ങിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ന്യൂസ് വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷകളെല്ലാം വിഫലമായി കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി മൃതദേഹം ഏകദേശം 800 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് സുഹാന്റെ വീട്. ഇവിടെ നിന്നാണ് സുഹാൻ പുറത്തേക്ക് വന്നത്. 11 മണിയോടുകൂടി ഇന്നലെ ഇവിടെ നിന്ന് ഇതിലേക്ക് പുറത്തേക്ക് വരികയായിരുന്നു. സഹോദരനുമായി കളിക്കുകയായിരുന്നു കുട്ടി. കുഞ്ഞും അനിയനായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് പിണങ്ങി കഴിഞ്ഞ് അങ്ങനെ വെളിയിലേക്ക് വന്നു. അമ്മ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. ഇതാണ് വീടിന് പുറത്തുള്ള പാത. സാധാരണഗതിയിൽ സുഹാൻ ഇത്തരം പ്രദേശങ്ങളിൽ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം ഇന്നലെ പരിശോധനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഈ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ പോലീസ് നായ ആദ്യം പോയത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു കുളമുണ്ട്, ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘവും ഫയർഫോഴ്സും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഈ കുളം കേന്ദ്രീകരിച്ചാണ് ഫയർഫോഴ്സിന്റെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നത്. പക്ഷെ ഇവിടെ നിന്നും കുട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോഡി കണ്ടതായി നാട്ടുകാരിൽ ചിലർ അറിയിക്കുകയും അവിടേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഉൾപ്പെടെ ഓടി എത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ കുളത്തിലേക്ക് വരാൻ സാധാരണഗതിയിൽ അല്പം പ്രയാസവുമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ചാലാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ചാലുണ്ട്. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. എന്തായാലും കുട്ടി മടങ്ങി വരും, ഒരു പോറലുമേൽക്കാതെ മടങ്ങി വരുമെന്ന പ്രതീക്ഷ, ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ എവിടെയായിരിക്കും കുട്ടി എന്നതടക്കം നമ്മളൊക്കെ തന്നെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ആഘാതമായി നാടിനെ നടുക്കി അത്തരത്തിലൊരു വാർത്ത വരുന്നത്, ഇവിടെ നിന്ന് മൃതദേഹം കിട്ടുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുഹാന്റെ മൃതദേഹം നേരെ കൊണ്ടുവന്നത് സുഹാൻ പഠിച്ചിരുന്ന ചിറ്റൂരിലെ റോയൽ ഇന്ത്യൻ നഴ്സറി പ്ലേ സ്കൂളിലേക്കാണ്. സുഹാന്റെ കളിയും ചിരിയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ഇടമായിരുന്നു അത്. അവിടേക്കാണ് സുഹാൻ അവസാനമായി എത്തിയത്. സുഹാന്റെ ചേതനയേറ്റ ശരീരം കണ്ട കൂട്ടുകാരും അധ്യാപകരും ഒക്കെ വിങ്ങിപ്പൊട്ടി. അവർ സങ്കടത്തോടെ കണ്ണുനീരോടുകൂടി സുഹാന് വിട നൽകി. തുടർന്ന് മൃതദേഹം നേരെ കൊണ്ടുപോയത് വീട്ടിലേക്കാണ്. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെയും. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് സുഹാന്റേത് മുങ്ങിമരണമാണ് എന്നതാണ്. ശരീരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള പാടുകളോ മറ്റു പരിക്കുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എങ്കിലും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കട ഞായറായിരുന്നു ഇന്ന്. കാരണം തിരച്ചിലിനൊക്കെ ഒടുവിൽ കുഞ്ഞു സുഹാൻ തിരിച്ചു വരുമെന്നതായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വിഫലമാകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ക്യാമറമാൻ മൽഘോഷിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.